ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാവക്കത്തോരനാണ് കേട്ടോ. പാവക്കത്തോരൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. അത് കയ്പ്പുണ്ടാവും വിചാരിച്ചിട്ട് അധികം ആൾക്കാർക്കും അത് കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. എന്നാൽ ഇതുപോലെ ഒരു തോരനെന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ്. അധികം കയ്പ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാവക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ച കളറുണ്ട്, വെള്ളയുണ്ട്. വെള്ളയാവുമ്പോൾ കുറച്ച് കയ്പ്പ് കമ്മിയായിരിക്കും കേട്ടോ. പച്ചയാവുമ്പോൾ നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ കഷ്ണാക്കിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. വെള്ളയാകുമ്പോൾ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു കയ്പ്പുണ്ടാവുക. എന്നാലും നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം വെച്ചിട്ട് തന്നെ കഴിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഈ പാവയ്ക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വരാം. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്താൽ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ പല വിധത്തിൽ വെക്കലുണ്ട്. ഉള്ളി ഒക്കെ വഴറ്റിയിട്ട് പുളി ഒഴിച്ചിട്ട് വെക്കലുണ്ട്. അതേപോലെ തന്നെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വെക്കലുണ്ട്. അതിലേറെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതേപോലെ ഒന്ന് തോരനുണ്ടാക്കി നോക്ക്. അപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 പാവയ്ക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു 4 പച്ചമുളകും കൂടെ വേണം കേട്ടോ. അതും കൂടെ അരിഞ്ഞെടുക്കുക. ഞാനൊരു 5 ചെറിയ ഉള്ളി, ഒരു 4 പച്ചമുളകും, ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അലുമിനിയം ചട്ടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നോൺ സ്റ്റിക്കിൽ അധികം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ചട്ടിയിൽ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ടോ. കടുകിട്ട് പൊട്ടുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒരു 2 കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ, ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തോരനാകുമ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ചേർത്തുമല്ലോ. അപ്പോൾ ഞാനൊരു കൈപ്പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചേർക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചേർത്താം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും ചേർത്തിട്ട് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മളെ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കത് കടിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മളെ പാവക്ക, കയ്പ്പൊക്കെ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ തോരന് വെച്ചിട്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ കഴിയും. ഏത് കയ്പ്പൊക്കെ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു തോരനാട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല വിഭവമായിട്ട് വരാം.